ഗൈസ് ആദിക്ക് തലവേദന പനി ജലദോഷം എല്ലാം വന്ന് എന്തുകൊണ്ടാ സ്കൂളിൽ പോകാനുള്ള മടി ടീച്ചർ ഇങ്ങനെ പിടിക്കും പോലും ഇങ്ങനെ പിടിക്കുന്ന പറഞ്ഞത് അമ്മൂൻ്റെ കാര്യമാണ്. പിന്നെ ആദ്യം ഒട്ടും വയ്യാന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ 3 പേരും കൂടെ അങ്ങ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ അതായത് ഒരു ക്ലിനിക്കിൽ പോകുന്ന വഴിക്ക് കണ്ണൻ്റെ ഹെൽമെറ്റിൽ എന്തോ സ്പൈഡർ എന്തോ കയറിയിരുന്നിട്ട് അതിന് മറ്റേ കൈ നീട്ടിയ വല വരുന്നവർക്ക് പറഞ്ഞ് അങ്ങനെ കളിക്കായിരുന്നു. പിന്നെ നേരെ അവിടെ പോയി പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഡോക്ടർ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഒരാളെ കാണിക്കേണ്ടത് ഞങ്ങൾ 2 പേരും കൂടെ പോയി. പിന്നെ കുറച്ച് സമയം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളിയാക്കിയെന്ന് അവിടെ ഇരുന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ 3 ആൾക്കാരും ഭയങ്കര അലമ്പായിരുന്നത്. പിന്നെ കുറേ സമയം സ്നേഹപ്രകടനമായിരുന്നു. ഇവൻ എൻ്റെ മാന്തുന്നു ഞാൻ ഓൻ്റെ മാന്തുന്നു. അവസാനം രണ്ടിൻ്റെയും കയ്യിൽ നല്ലപോലെ പാടായിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാവരും നോക്കുക ഞങ്ങൾ ഇങ്ങനെ ഒച്ചപ്പാടാക്കുന്നതായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു ബോധമൊന്നുമില്ല. ഞങ്ങൾ 3 പേരും ഒത്തുചേർന്നാൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ഉള്ളിൽ കയറി എന്തോ പനിയുണ്ട് അതിൻ്റെ ഇതൊക്കെ ടാബ്ലറ്റ് ഒക്കെ തന്നെ. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഒരു ക്യാനിലിട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ച് തരാം. വേണ്ടാന്ന് പറഞ്ഞു. എന്തോ എന്നെ ഭയങ്കര വിശ്വാസമാണെന്ന് തോന്നുന്നു. പിന്നെ ഉണ്ട് അവിടെ വീട്ടിലെത്തിയിട്ട് വീഡിയോ കോളൊക്കെ കഴിഞ്ഞ് നേരെ നോമ്പ് തുറക്കാമെന്ന് വെച്ചാൽ നോമ്പ് എടുത്തിട്ടില്ല. പക്ഷെ നോമ്പ് കഴിക്കാൻ പോകുന്നതാണ് അമ്മമ്മേൻ്റെ വീട്ടിൽ. അപ്പുറത്തെ വീട്ടിൽ നിന്നും അവിടെ നിന്നെല്ലാം നോമ്പ് തുറന്നതിൻ്റെ സ്പെഷ്യലൊക്കെ കിട്ടിയിട്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കഴിച്ച് പിന്നെ ബൂസ്റ്റോ കോഫിയോ അങ്ങനെ എന്തൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോമ്പ് എടുക്കണം ഒരു ദിവസം എപ്പോഴൊന്നും തീരുമാനിച്ചില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരാൻ നേരം നമ്മളെ ലൂക്ക ഉണ്ടല്ലോ അന്ന് വീഡിയോ എടുത്ത് അവനെ കണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.